യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സന്തോഷ് വായനശാലയുടെ പ്രസിഡന്റ് മോഹൻദാസ് സാറ്, ഈ പരിസ്ഥിതി വാരാചരണം ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതിയുടെ കാവലാൾ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തി പാടിയ പരിസ്ഥിതി മേഖലയിലും വായനാ മേഖലയിലും സേവന മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന, പ്രായത്തെ അവഗണിച്ചുകൊണ്ട് വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന അടൂരിൻ്റെ അഭിമാനമായ ഗ്ലാഹേത്തച്ഛൻ, എൻ്റെ ഗുരുനാഥനും പരിസ്ഥിതി സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ മാധവൻ സാറ്, പ്രിയപ്പെട്ട അടൂർ നഗരസഭയുടെ ജനകീയനായ ആർക്കും ഏതു സമയത്തും ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർ രമേശ് കുമാർ വരിക്കവേലിൽ, ഈ വായനശാലയുടെ പ്രവർത്തനത്തിന് വന്നിരിക്കുന്ന അമ്മമാര്, മറ്റ് സ്നേഹനിധികളായ ആളുകൾ, ഗ്ലാഹേത്തച്ഛൻ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഇഞ്ചക്കാട് സാറിൻ്റെ ആ മനോഹരമായ ഗാനത്തിലൂടെ നമുക്കിവിടെ തന്നിരിക്കുകയാണ്. സർവ്വ ജീവജാലങ്ങൾക്കും പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. പ്രകൃതിയില്ലാതെ ഒരു ജീവജാലങ്ങൾക്കും വസിക്കാൻ പറ്റില്ല. മനുഷ്യൻ അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ മാത്രമാണ്. ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രം ഉള്ളൊരവസ്ഥയാണ്. നമുക്കറിയാം, ഒരു ശതമാനമുള്ള ന്യൂനപക്ഷം അവരുടെ ധനത്തോടുള്ള ആർത്തി കാരണം ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, ആ മഴവെള്ളമെല്ലാം ഭൂമിയിൽ ഊർന്നിറങ്ങണം. എങ്കിൽ മാത്രമേ വേനൽക്കാലത്ത് ഉറവയായി അത് നമുക്ക് ജലാശയങ്ങളിലൂടെ, കിണറുകളിലൂടെ, കുളങ്ങളിലൂടെ, പുഴകളിലൂടെ നമുക്കത് ലഭിക്കുകയുള്ളൂ. ഇന്ന് എല്ലാ കുന്നുകളും ഇടിച്ചു നിരത്തുകയാണ്. അങ്ങനെ ഇടിച്ചു നിരത്തുമ്പോൾ പ്രകൃതിയുടെ വരദാനമായ മഴ ഈ ഭൂമിയിൽ ശേഖരിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ഇത് ഒഴുകിയെത്തുന്നത് വയലുകളിലും തോടുകളിലും പുഴകളിലുമാണ്. ആ വയലുകളെല്ലാം കുന്നിടിച്ച് ആ മണ്ണവിടെ നികത്തുകയാണ്. അപ്പോൾ വെള്ളം അവിടെയും ശേഖരിക്കാൻ, സംഭരിക്കാൻ ഈ ഭൂമിക്ക് അനുമതി നൽകാതെ പണത്തോടുള്ള ആർത്തി കാരണം ചില മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ചില പ്രക്രിയകൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. പലരോട് പോരടിച്ചാണ് നമ്മൾ പ്രകൃതിയിൽ ചില കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ വായനശാലയുടെ സെക്രട്ടറിയായ സ്റ്റാലിൻ അടക്കമുള്ളവർ ഞങ്ങളെ ആനന്ദപ്പള്ളി സ്കൂളിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരുമിച്ച് നിന്നവരാണ്. ആനന്ദപ്പള്ളിയിലെ എല്ലാ സാംസ്കാരിക സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യമേ നമ്മൾ ചെയ്തത്, ആ സ്കൂളിന്റെ പരിസരത്ത് ഫലവൃക്ഷത്തൈകള്, ഔഷധ ചെടികള്, അങ്ങനെ ആ ചുറ്റും അതിനെ മനോഹരമാക്കി. അതിൽ കുറെ പല നിർമ്മാണ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അത് വെട്ടി നശിപ്പിച്ചു. അതിന്റെ വില എന്താണെന്ന് പോലും അറിയാതെ. അതോടൊപ്പം തന്നെ നമ്മളെ മഴവെള്ളം, ആ കിണറ്റിനകത്തൊരു പാറയുണ്ട്. ആ പാറ തമ്മിൽ വെച്ച് വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചെങ്കിൽ അതിനകത്ത് ഉറവ് നിൽക്കും. പക്ഷെ അത് നമ്മള് വലിയ ജലസ്രോതസ്സാക്കി മാറ്റി. ആ സ്കൂളിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളം മുഴുവൻ പാത്തിയിലൂടെ കൊണ്ടുവന്ന് ഒരു ടാങ്കിൽ സംഭരിച്ചുകൊണ്ട് അത് ഫിൽട്ടർ ചെയ്ത് കിണറ്റിലേക്ക് ഇറക്കി ഈ ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ളവരുമായി മത്സരിച്ച് പലതുള്ളി അവാർഡിന്റെ 1ാം സ്ഥാനം ആനന്ദപ്പള്ളി സ്കൂളിന് കിട്ടിയത് ഈ നാടിന്റെ ഐക്യത്തിന്റെ ഫലമായിട്ടാണ്. സ്കൂളിന് 5 പൈസ ചെലവില്ല. അതിന് പൈസ മുടക്കിയതൊക്കെ സ്റ്റാലിൻ സാർ അടക്കമുള്ള ആനന്ദപ്പള്ളിയിലെ റെസിഡൻസ് അസോസിയേഷനും വായനശാലയുടെ രാജു സാർ, മോഹൻദാസ് സാർ അടക്കമുള്ളവരാണ്. സ്കൂളിന് കിട്ടിയ അവാർഡുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒരു പൈസ പോലും ആരും ദൂർത്തടിച്ചില്ല. ഈ പത്തനംതിട്ട ജില്ലയിലല്ല, ഈ കേരള സംസ്ഥാനത്ത് 1.25 ലക്ഷം രൂപയോളം എൻഡോമെന്റുള്ള ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അത് ആനന്ദപ്പള്ളി സ്കൂൾ മാത്രമാണ്. അതിന്റെ പലിശ കൊണ്ട് മാത്രമാണ് വാർഷികം നടത്തുന്നത്. ആ പലിശ അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണത്തിന് നല്ല പാഠം അവാർഡ്, നല്ല പാഠം കോർഡിനേറ്റർക്കുള്ള അവാർഡ്, പലതുള്ളി അവാർഡ്, വനമിത്ര അവാർഡ്. വനമിത്ര അവാർഡ് കേരളത്തില് ഈ ഒരു LP സ്കൂളിൽ കിട്ടുന്ന ആദ്യമായിട്ട് നമ്മുടെ സ്കൂളിനാണ്. ഈ തുകയൊക്കെയാണ് പന്നുവില ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചത്.
ഇതിലെല്ലാം ഉപരി അത്രയും തുകയുണ്ടെങ്കിൽ പോലും അത്രയും കുഞ്ഞുങ്ങൾ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രകൃതി സന്ദേശം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കി അവരെ അതിന്റെ പങ്കാളികളാക്കി ഉച്ചയ്ക്ക് അവർ ചോറുണ്ണുമ്പോൾ അത് കൈ കഴുകുന്ന, പാത്രം കഴുകുന്ന വെള്ളം ആ ചെടികളുടെ ചുവട്ടിലാണ് അവർ ഒഴിക്കുന്നത്. അങ്ങനെ വളർത്തിയ നെല്ലി, പേര, മുള ഇതെല്ലാം ആ സ്കൂളിന്റെ പരിസരത്ത് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അതിന്റെ ഒരു പഴവൃക്ഷത്തെ നട്ടത് ഒരു വരിക്കപ്ലാവാണ്. അത് ഈ വർഷം കായ്ച്ചു. അത് ചിറ്റയം ഗോകുമാർ ഉദ്ഘാടനം ചെയ്ത ചിറ്റയുമാണ്. അത് നട്ടുകൊണ്ട് അത് ഈ വർഷം കായ്ച്ചു. ഒരു 4-5 കൊല്ലമായപ്പോൾ ധാരാളം ചക്ക, നല്ല തേൻവരിക്ക ചക്ക അതിലുണ്ടായി. അങ്ങനെ നമുക്ക് കുട്ടികൾക്കും നാടിനും ധാരാളം കിളികൾ ഇതിനകത്ത് വരുന്നുണ്ട്. ആ കിളികളുമായിട്ട് കുട്ടികൾ സല്ലാപത്തിൽ ഏർപ്പെടുകയാണ്. കുട്ടികളുമായിട്ട് ധാരാളം കിളികളുടെ പാട്ട്, അതുപോലെ പൂമ്പാറ്റയെ ആകർഷിക്കുന്ന ധാരാളം ചെടികൾ അവിടെ, കൃഷ്ണകിരീടം അടക്കമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂമ്പാറ്റകൾ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികൾ ആ കുട്ടികൾ അവിടെ നട്ടു വളർത്തി. അപ്പൊ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരുവാൻ ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു പങ്കാളിയാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ നാട് നല്ല രീതിയിൽ പ്രകൃതി സൗഭാഗ്യമുള്ള ഒരു പ്രകൃതി ആയി നമുക്ക് മാറാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം, മഴയുടെ സമയമാണ്. മഴയില്ലാത്തപ്പോൾ നമുക്ക് അതികഠിനമായ ചൂട്. അതിന് കാരണം പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയാണ്. അപ്പൊ ഒരു സൈഡിൽ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ മറു സൈഡിൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുവരുന്ന ഒരു കാര്യം നടക്കുകയാണ്. നമുക്കറിയാം, അടൂർ നഗരസഭയുടെ പറന്തൽ മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ 3 മലകളാണുള്ളത്. ആ 3 മലകളുടെയും അത് ചേന മുറിച്ച് നമ്മൾ ഒരു ഭാഗം എടുക്കുന്ന പൂള് വെട്ടാൻ മുറിക്കുന്നത് പോലെ ഓരോ കുന്നുകളെയും മുറിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ മണ്ടയ്ക്ക് ഒരു പാവപ്പെട്ട കണ്ണു കാണാൻ വയ്യാത്തൊരു താമസക്കാരനുണ്ടായിരുന്നു. അയാളുടെ വീടിന്റെ അടിവാരം വരെ തോണ്ടി ആ വീട് അപകട നിലയിലായപ്പോഴാണ് ആ സമരം വന്നത്. നമ്മൾ എന്ത് പരാതികൾ കൊടുത്താലും അതിനെതിരെ പ്രതികരിക്കാത്ത ജിയോളജിസ്റ്റ്, അങ്ങനെ പല പ്രകൃതി സംരക്ഷകരാകേണ്ടവർ, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ അതിന്റെ അന്ധകരായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അതിനെതിരെയൊക്കെ നമുക്ക് അവരുടെയൊക്കെ തിന്മകൾക്കെതിരെ പ്രാർത്ഥിക്കാം. അത് നല്ല ഒരു പ്രകൃതി സ്നേഹമുള്ളവരായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയണം. നമുക്ക് ഒരുമിച്ച്, ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടുകൂടി പ്രകൃതി സംരക്ഷണത്തിന്റെ വ്യക്താക്കളായി മാറാം. അതിന് ഈ പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾ, ഈ സന്തോഷ് വായനശാലയും നടത്തുന്ന ഈ വാരാചരണത്തിന്റെ ഭാഗമായി എന്നെ കൂടി പങ്കാളികളാക്കി അതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിനെല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് മോഹൻദാസ് സാർ അടക്കം, ശാലി സാർ അടക്കമുള്ള, രമേശ് കുമാർ അടക്കമുള്ള എല്ലാവർക്കും, ഇതിന്റെ ലാഭേത്ത് അച്ഛൻ നമ്മുടെ വിശിഷ്ടാതിയായിട്ടാണ് തീരുന്നത്, അച്ഛനടക്കമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.